ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 100, ശ്ലോകം 9, 10, 11. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. മഞ്ജീരം മഞ്ജുനാഥൈദിവപദഭജനം ശ്രേയമിത്യാലബന്ധം പാദാഗ്രം പ്രാന്തിമഞ്ജത് പ്രണതജനമനോമന്ദാരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഹര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപദ്വന്ദ്വഹന്ത്രീം തതിമനുകലയേ മംഗളമംഗുലീനാം. അന്വയം. അർത്ഥം. പദഭജനം പാദസേവനം, ശ്രേയസ്സുണ്ടാക്കുന്ന, ഇതി എന്നിപ്രകാരം മഞ്ജുനാഥൈ ശ്രുതി സുഭഗമായ നാദങ്ങൾ കൊണ്ട്, ആരബന്ധം ഇവ പറഞ്ഞറിയിക്കുന്നത് പോലെയിരിക്കുന്ന മഞ്ജീരം ചിലമ്പിനെയും, ഭ്രാന്തിമഞ്ജ് പ്രണതജന മനോമന്ദാരോദ്ധാരകൂർമ്മം മായാഭ്രാന്തിയാകുന്ന സംസാര ജലസാഗരത്തിൽ മുങ്ങി ഭക്തിപൂർവം ആശ്രയിക്കുന്നവരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന ആമയായ പാദാഗ്രം പാദങ്ങളുടെ അറ്റത്തെയും, ഉത്തുംഗാ താമ്രരാജന്ന ഖര ഹിമകര ജ്യോത്സ്നയ പാദങ്ങളുടെ അറ്റത്തെയും ഉയർന്ന് ചുവന്ന ശോഭിക്കുന്ന നഖമാകുന്ന ചന്ദ്രിക കൊണ്ട് ആശ്രിതാനാം ഭക്തന്മാരുടെ സന്താപദ്വാന്തഹന്ത്രയും സന്താപമാകുന്ന ഇരുട്ടിനെ ഹനിക്കുന്നതും മംഗല്യത്തോടു കൂടിയതുമായ അങ്കുലീനാം വിരലുകളുടെ തതയും സമൂഹത്തെ അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു. ഹരിവും. സാരം. ഭഗവത് ഭജനം ശ്രേയസ്കരമാണ്. അതുപോലെ ചിലയ്ക്കുന്ന കാൽ ചിലമ്പിനെയും സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭക്തന്മാരുടെ ഹൃദയമാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന കൂർമ്മമായ ഭഗവത് പാദങ്ങളെയും, ഭക്തനെ ചുവന്ന പ്രകാശം ചൊരിയുന്ന നഖമാകുന്ന ചന്ദ്രക്കളുടെ കാന്തിയാകുന്ന നിലാവ് കൊണ്ട് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ, ദുഃഖമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന മംഗളകരമായ വിരലുകളുടെ സമൂഹത്തെയും ഞാൻ ധ്യാനിക്കുന്നു. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. യോഗീന്ദ്രാണാം ത്വദംകേശധിയ സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്ദുതിരുഗസലയം നാഥാദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാവാൻ പ്രതിശത പരമാനന്ദ സന്തോഷലക്ഷ്മീം. ശ്ലോകം 10. പവനപുരപദേ ഗുരുവായൂരപ്പ, നാഥ കൃഷ്ണ, അല്ലയോ ജഗന്നാഥ കൃഷ്ണ, തേ അങ്ങയുടെ പാദമൂലം ചാൽച്ചുവടുകൾ യോഗീന്ദ്രാണാം യോഗിവര്യന്മാർക്ക്, ത്വദംഗേഷു അങ്ങയുടെ അംഗങ്ങളിൽ, അധിക സുമധുരം ഏറ്റവും മധുരവും, മുക്തിഭാര മുക്തിയെ പ്രാപിക്കുന്നവർക്ക്, നിവാസക വാസസ്ഥാനവും, ഭക്താനാം ഭക്തന്മാർക്ക്, കാമവർഷദ്ദുതിരുസലയം അഭീഷ്ടങ്ങൾ വർഷിക്കുന്ന ദേവവൃക്ഷത്തിൻ്റെ തളിരും ആയിരിക്കുന്നു. നിത്യം എന്നും, മേ എൻ്റെ ചിത്തസ്ഥിരം മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന, തൻ അതെ പാദങ്ങൾ, നിശേഷതാവാൻ എല്ലാ ദുഃഖങ്ങളെയും, കൃത്വ നശിപ്പിച്ച്, പരമാനന്ദ സന്തോഷലക്ഷ്മിയും പരമാനന്ദമാകുന്ന ഐശ്വര്യത്തെ പ്രതിശതു നൽകിയാലും. സാരം. ലോകനാഥനായ കൃഷ്ണ, അങ്ങയുടെ പാദങ്ങൾ അവിടുത്തെ അംഗങ്ങളിൽ വെച്ച് യോഗികൾക്ക് ഏറ്റവും
ആനന്ദദായകവും മുക്തി നേടി ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവർക്ക് ഇരിപ്പിടവും ഭക്തന്മാർക്ക് ഐക്യവും ആമുഷ്മികവുമായ അഭീഷ്ടങ്ങൾ എല്ലാം നൽകുന്ന ദേവവൃക്ഷത്തിൻ്റെ തളിരുമാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന ആ പാദകമലം എൻ്റെ എല്ലാ ക്ലേശങ്ങളും അകറ്റി മോക്ഷം പ്രദാനം ചെയ്യണേ. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 11. അജ്ഞാത്വാ തേ മഹത്വം യദിക നിഗദിതം വിശ്വനാഥ ക്ഷമേത സ്ത്രോത്രം ചൈതൻ സഹസ്രോത്തരമധികതരം തത്പ്രസാദായ ഭൂയാൻ ദേധാനാരായണീയം ശ്രുതിഷു ജനുഷാ സുത്യരാവർണ്ണനേന പീതം ലീലാവതാരൈരിതമിക കരുതാമായുരാരോഗ്യ സൗഖ്യം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അന്വയം അർത്ഥം. വിശ്വനാഥ, ലോകനാഥ, തേ അങ്ങയുടെ മഹത്വം അജ്ഞാത്വ അറിയാഞ്ഞിട്ട്, ഇഹ ഇവിടെ, യൻ യാതൊന്ന്, നിഗദിതം പറയപ്പെട്ടു അത്, ക്ഷമേത അവിടുന്ന് ക്ഷമിക്കണം, സഹസ്രോത്തരം ആയിരത്തിലേറെ, ഏതൻ ഇഹ സ്തോത്രം സ്തുതി, അധികതരം വളരെ കൂടുതലായി, ത്വത് പ്രസാദായ അവിടുത്തെ പ്രസാദത്തിനായി, ഭുയാച്ച ഭവിക്കണം, ദ്വേത രണ്ടു വിധത്തിൽ, നാരായണീയം നാരായണീയമായിരിക്കുന്ന, ശ്രുതിഷു വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും, ജനുഷ ഉണ്ടാകുന്ന ഭാവോത്കർഷണത്താൽ, സ്തുത്യതാ വർണ്ണനേന സ്തുതിക്കുവാൻ കൊള്ളാവുന്നതിൻ്റെ വർണ്ണന കൊണ്ട്, പീതം വലുതായ, ഇതം ഈ സ്തോത്രം സ്തുതി, ഇഹ ഇവിടെ, ആയുരാരോഗ്യ സൗഖ്യം ആയസ്സും ആരോഗ്യവും സുഖവും കുരുതാം ഉണ്ടാകട്ടെ. ഹരിവോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 100-ാം ദശകം സമാപ്തം. സാരം. ലോകീശ്വരനായ ഭഗവാനെ, അവിടുത്തെ മഹത്വം അറിയാതെ നിസാരനും അല്പജ്ഞനുമായ ഞാൻ ഈ സ്തോത്രത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയെന്നറിയാനാവാത്ത അവിടുത്തെ ഗുണഗണങ്ങൾ ഞാൻ എങ്ങനെ അറിയുന്നു? ദയാനിധിയായ അവിടുന്ന് അതെല്ലാം ക്ഷമിച്ചനുഗ്രഹിക്കണമേ. 1036 ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം എഴുതി ഞാൻ അവിടുത്തെ അനുഗ്രഹത്തിന് യോഗ്യനായി തീരണമേ. നാരായണൻ എന്ന പേരുള്ള ഞാൻ നിർമ്മിച്ചതിനാലും നാരായണനെക്കുറിച്ചുള്ള രചനയാകയാലും ഈ കൃതി 2 തരത്തിലും നാരായണീയമാണ്. ഭഗവാന്റെ മഹത്വം വേദോപനിഷത്തുക്കളിലുണ്ട്. അത് അങ്ങയുടെ ലീലാവതാര കഥ കൂടിയാകയാൽ പരിപൂർണമാണ്. ഈ സ്തോത്രം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് ആയസ്സും ആരോഗ്യവും ആനന്ദവും ഇഹലോക സുഖസമ്പത്തുക്കളും ബ്രഹ്മാനന്ദമായ മുക്തിയും ലഭിക്കുമാറാകട്ടെ. സർവരോഗങ്ങളും നശിക്കുമാറാകട്ടെ. 12 സ്കന്ധം 100-ാം ശതകം സമാപ്തം. ഹരിവും. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ശുഭം ഭൂയാത്.